ഐഡിയേഴ്സ്, നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ കോശങ്ങളും കോശജാലങ്ങളും എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കിയാലോ. ഈ പാഠത്തിൽ നമ്മളെ ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ, ഇത് ലാസ്റ്റ് ക്ലാസ് ആണിത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെരിസ്റ്റമിക കലകളാണ്. അപ്പൊ എന്താണ് ഈ മെരിസ്റ്റമിക കലകള്? നമ്മള് ഈ പാഠത്തില് കോശങ്ങളെ കുറിച്ചിട്ടല്ലേ പഠിക്കുന്നത്? യെസ്. അപ്പോ ഈ മെരിസ്റ്റമിക കലകൾ പറഞ്ഞാല് അതും ഒരു കോശങ്ങളാണ്. എന്ത് തരം കോശങ്ങളാണ്? നിറയെ കോശദ്രവ്യവും വലിയ മർമ്മവും നേരിയ കോശഭിത്തിയുള്ള കലകളാണ് അല്ലെങ്കിൽ കോശങ്ങളാണ് എന്ത് മെരിസ്റ്റമിക കലകൾ എന്ന് പറയാം. എന്താണ്? നിറയെ കോശദ്രവ്യം, വയറ് നിറയെ അവർക്ക് കോശദ്രവ്യം ഉണ്ട്. ഇതാണ് ഈ കോശത്തിന്റെ വയറ്, ഇതാണ് നിറയെ, ഇത് നിറയെ എന്തുണ്ട്? കോശദ്രവ്യം ഉണ്ട്. അതുപോലെ ആള് ചില്ലറക്കാരനല്ല, വലിയ മർമ്മുണ്ട്, വലിയ മർമ്മ ഉള്ളത് കേട്ടോ. അതുപോലെ പക്ഷേ നേരിയ കോശഭിത്തിയാണ്, കോശഭിത്തി നേരിയതാണ്. ഇനി എന്താണ് ഇവരുടെ പ്രത്യേകത? ഇവർക്കല്ലേ തുടർച്ചയായിട്ട് ഇങ്ങനെ വിഭജിക്കാനുള്ള കഴിവുണ്ട്. അപ്പോ വിഭജിക്കാൻ അങ്ങനെ പെരുകും, ഒന്നിന്ന് രണ്ടാവും, രണ്ട് നാലാവും, അങ്ങനെ ഇങ്ങനെ പെരുകി 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 കുറേ ആവാളെ അങ്ങനെ ഒരു കഴിവ് ഇവർക്കുണ്ട് കേട്ടോ. ഇനി എന്താണ് എങ്ങനെ ഈ മെരിസ്റ്റമിക കലകൾ എന്ന് പറഞ്ഞാല് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, മൂന്നെണ്ണം കേട്ടോ. 3 തരം മെരിസ്റ്റമിക കലകളാണുള്ളത്. അതിൽ ഒന്നാമത്തതാണ് അഗ്രമെരിസ്റ്റം. അഗ്രമെരിസ്റ്റം ഉണ്ട്, പാർശ്വമെരിസ്റ്റം ഉണ്ട്, പർവാന്തര മെരിസ്റ്റം ഉണ്ട്. 3 തരം മെരിസ്റ്റമാണ്. അഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റം. അഗ്രത്ത് എന്ന് പറഞ്ഞാൽ അറ്റത്തുനിന്നല്ലേ, ആ അറ്റത്തിന് നമ്മൾ അഗ്രം എന്ന് പറയാം. അപ്പോ ഈ അഗ്രമെരിസ്റ്റം കാണുന്നത് എവിടേക്കാണെന്ന് അറിയോ? കാണ്ഡത്തിലും അതുപോലെ വേരിന്റെയും അഗ്രഭാഗത്ത്. കാണ്ഡം എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മളെ തണ്ട്, ചെടിയുടെ തണ്ട്, അതാണ് കാണ്ഡം എന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മളെ കാണ്ഡം. അപ്പോ നമ്മളെ തണ്ട് അല്ലെങ്കിൽ ചെടിയുടെ ആ എന്താ പറയാ തടി ഭാഗമല്ലേ, അത് ഇങ്ങോട്ട് വളരാ, മുകളിലേക്ക് ഇങ്ങനെ വളർന്ന് വലുതായി വരും അല്ലേ? യെസ്. അപ്പോ ഈ ഒരു അഗ്രഭാഗത്ത് ഈ അറ്റത്ത് കാണുന്ന ആ മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം എന്ന് പറയാറ്. അതായത് ഈ അഗ്രമെരിസ്റ്റം എന്ത് ചെയ്യും? ഇങ്ങനെ പെരുകി പെരുകി വിഭജിച്ച് ഇങ്ങനെ അത് മുകളിലേക്ക് ഇങ്ങനെ വലുതായി വരും. അതുപോലെ വേര് എങ്ങോട്ടാ വലുതാവാ? വേര് താഴേക്കല്ലേ വലുതാവാ, വേര് മുകളിലേക്ക് വലുതാവില്ലല്ലോ. വേര് ഇങ്ങനെ മണ്ണിന്റെ അടിക്കടിക്കല്ലേ പോവാ. അപ്പൊ ഇങ്ങനെ താഴോട്ട് വളരാൻ ഈ അഗ്രഭാഗത്ത്, വേരിന്റെ അഗ്രം ഇവിടെയാണ്. അവിടെ എന്തുണ്ട്? ഇവിടെ ഇങ്ങനെ പെരുകി വിഭജിച്ച് കുറെ ആകുമ്പോൾ അതിങ്ങനെ താഴേക്ക് വരും. അപ്പോ ആ കാണ്ഡത്തിന്റെയും അതുപോലെ വേരിന്റെയും അഗ്രഭാഗത്ത് കാണുന്ന മെരിസ്റ്റമാണ് എന്ത് മെരിസ്റ്റം? അഗ്രമെരിസ്റ്റം. അപ്പൊ അവരാണ് ചെടികളെ ഇങ്ങനെ മുകളിലേക്കും കാണ്ഡത്തിന് നീളം വെക്കാനും വേരിന് താഴേക്ക് നീളം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണേ, സഹായിക്കുന്നത് ആരാണ്? അഗ്രമെരിസ്റ്റം ആണ്. ഇനി അടുത്തതാണ് പാർശ്വമെരിസ്റ്റം. പാർശ്വഭാഗം എന്ന് പറഞ്ഞാൽ നമ്മള് എവിടേക്കാ പറയാ? നമ്മള് പാർശ്വം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സൈഡ് ഭാഗങ്ങള്, വശങ്ങൾക്കാണ് പാർശ്വവശങ്ങൾ എന്നൊക്കെ പറയാം നമ്മള്. അപ്പൊ ഇതാണ് ഇതിന്റെ പാർശ്വം. നമുക്ക് കളർ മാറ്റുകയാണെങ്കിൽ, അപ്പോ കളർ എടുക്കണം. യെസ്, ഇതാ ഈ ബ്ലാക്കിൽ കാണാണ്ടോ, ഇതാണ് ഇതിന്റെ പാർശ്വം. അപ്പൊ അതായത് വണ്ണം വെക്കണം, തടി വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മെരിസ്റ്റം കൂടുതൽ വേണം? അവിടെ പാർശ്വമെരിസ്റ്റം ആണ്. ഈ പാർശ്വമെരിസ്റ്റം. അതുപോലെ ഇതിന്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഡെയിലി ഇവർ ഇങ്ങോട്ട് ഇങ്ങനെ വണ്ണം വെക്കും. അപ്പൊ വണ്ണം വെക്കാൻ, തടി വെക്കാൻ, ഗുണ്ടുമണി ആവാൻ എന്ത് വേണം? പാർശ്വമെരിസ്റ്റം വേണം. ഇനി അടുത്ത മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. അതെന്താണപ്പോ പർവാന്തര എന്ന് കേൾക്കുമ്പോ പറവ ആലോചിച്ചാൽ മതി. പർവാന്തര മെരിസ്റ്റം. അവര് എല്ലാത്തിലൊന്നും കാണില്ല, അവര് കുറച്ച് VIP ആണ്, എല്ലാ ചെടികളിലൊന്നും കാണില്ല. പക്ഷെ നമ്മള് അഗ്രമെരിസ്റ്റവും പാർശ്വമെരിസ്റ്റവും എല്ലാത്തിലും കാണും. ഇനി പർവാന്തര മെരിസ്റ്റം എന്ന് പറഞ്ഞാല് ഏകബീജപത്ര സസ്യങ്ങളിലേ കാണുള്ളൂ. എവിടെയാണ്? ഏകബീജപത്ര സസ്യം. അതെന്ത് സസ്യാണ്? എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഉദാഹരണങ്ങളാണ് നമ്മളെ മുള, പുല്ല്, നെല്ല്, ഗോതമ്പ്, അതുപോലെ തെങ്ങ്. ഇതൊക്കെ എന്താണ്? ഏകബീജപത്ര സസ്യങ്ങളാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവരിങ്ങനെ വണ്ണം വെച്ച് വലിയ വണ്ണപ്പിടിയന്മാരാവോ? ഇല്ല, അവരിങ്ങനെ മുളയ്ക്ക് നീണ്ടു പോകും അല്ലേ? അതിന് എക്സാമ്പിൾ നിങ്ങളെ ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ എന്തുണ്ട്? ഒരു മുളയുണ്ട്. ഈ മുളയ്ക്ക് ഇടയിൽ ഇതാ കുറെ നോഡ്സ് എന്ന് പറയും. കടോ ഇവിടെ ഉണ്ടാവണ മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ഓക്കെ. അപ്പോ നമ്മൾ ഏകബീജപത്രം, 3 വേർഡ്സ് കൂടിയത് പോലെയാണ് ഏകബീജപത്രം. അവരുടെ ഇടയിലുള്ള അത് നമ്മൾ പറയുന്ന നോഡ്സ് അല്ലെങ്കിൽ പർവ്വങ്ങൾ എന്നാണ്. അതുകൊണ്ടാണ് പർവ്വങ്ങളുടെ ഇടയിലുള്ള പർവാന്തര മെരിസ്റ്റം എന്ന് വന്നത്. യെസ്. അപ്പോ
ഇതാണ് നമ്മുടെ മുളയുടെ പർവ്വങ്ങൾ പറഞ്ഞത് ഇതാണ് 1, 2, 3 ഇതാണ് അതിന്റെ പർവ്വങ്ങള്. അവിടെയാണ് അതിന്റെ വളർച്ചയൊക്കെ ഉള്ളത്. അവിടെ ഉണ്ടാവുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ഇനി ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്, മുള പോലുള്ള സസ്യങ്ങളിൽ കാണ്ഡം വണ്ണം വെക്കില്ല, കാരണം കണ്ടെത്തൂ. എന്താണ് കാരണം ഉണ്ടാവുക? അതായത് വണ്ണം വെക്കാൻ ആര് വേണം? പാർശ്വമെരിസ്റ്റം വേണം. മുളയിൽ എന്തുണ്ടാവില്ല? പാർശ്വമെരിസ്റ്റം ഉണ്ടാവില്ല. അപ്പൊ അത് വണ്ണം വെക്കില്ല. മനസ്സിലായോ? അപ്പോ പാർശ്വമെരിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്, പാർശ്വമെരിസ്റ്റത്തിന്റെ അഭാവം കൊണ്ടാണ് എന്താണ് മുള പോലുള്ള സസ്യങ്ങളില് എന്ത് വെക്കാറില്ല, അത് വണ്ണം വെക്കാത്തത് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതപ്പോ നമ്മൾ പറഞ്ഞു നമ്മളെ മെരിസ്റ്റമാറ്റിക് കലകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വിഭജിക്കാൻ കഴിയുന്ന കലകളാണ് അല്ലെ, വിഭജിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവര്. ഇനി വിഭജിക്കാൻ കഴിയാത്ത കുറച്ച് പേരുണ്ട്. ഇവരിങ്ങനെ വിഭജിക്കണത് നോക്കിയിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കും. അവരാണ് സ്ഥിരകലകൾ. സ്ഥിരമായിട്ട് അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവരിങ്ങനെ വിഭജിച്ച് പോകണോ, നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഇരിക്കാം, നമുക്ക് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആരൊക്കെയാണുള്ളത് അറിയോ? അവരാണ് സ്ഥിരകലകൾ. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പാരയും കോളയൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? യെസ്, അതാണ് പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം. അപ്പോ 5 എണ്ണാണ് നമ്മുടെ സ്ഥിരകലകളെ. യെസ്, അപ്പോ സ്ഥിരകലകൾ എന്താണ്? 5 എണ്ണാണ്. പാര, കോള, സ്ക്ലീറ, സൈലവും ഫ്ലോയവും. പഠിക്കാൻ കുഴപ്പമില്ലല്ലോ. പാര, സ്ക്ലീറ, കോള, അതുപോലെ സൈലവും ഫ്ലോയും. ഇനിയും ഇവിടെ നമുക്കൊരു ഫ്ലോ ചാർട്ടൊക്കെ തന്നിട്ടുണ്ട്, നോക്കാം. സസ്യകലകൾ, മെരിസ്റ്റമിക കലയും ഉണ്ട്, സ്ഥിരകലയും ഉണ്ട്. മെരിസ്റ്റമിക കലകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രത്യേകത, ഇവർക്ക് എന്ത് കഴിയും? ഇവർക്ക് വിഭജിക്കാൻ കഴിയില്ലേ? വിഭജിക്കാൻ കഴിയും. അവർക്ക് വിഭജിക്കാൻ കഴിയുന്നവരാണ് ഇത്. ഈ സ്ഥിരകലകൾ ഇവർക്ക് വിഭജിക്കാൻ കഴിയില്ല. വിഭജനം ഇവർക്ക് എന്താണ്? അസാധ്യമാണ്. ഇനി മെരിസ്റ്റമായ കലകൾക്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, അഗ്രമെരിസ്റ്റം ഉണ്ട്. അതുപോലെ അടുത്ത് നമ്മൾ പറഞ്ഞു പാർശ്വമെരിസ്റ്റം ഉണ്ട്. അതുപോലെ അടുത്ത മെരിസ്റ്റം ആണ് ഷാ കേട്ടോ, പോലെ ഉണ്ട് അല്ലെ. പാർശ്വമെരിസ്റ്റം ഉണ്ട്, പാർശ്വമെരിസ്റ്റം ഉണ്ട്. അതുപോലെ പർവാന്തരം, നമ്മളെ പറവന ആലോചിക്കാന്ന് പറഞ്ഞേ, പർവാന്തര മെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. യെസ്, ഇനി അപ്പോ ഇതാണ് നമ്മളെ വിഭജിക്കാൻ കഴിയുന്നവർ ഇവര് മാത്രമേ ഉള്ളൂ. ആകെ 3 എണ്ണേ ഉള്ളൂ. ഇനി വിഭജിക്കാൻ കഴിയാത്തവർ നമ്മൾ പറഞ്ഞു, അത് എന്ത് കലകളാണ്? അത് സ്ഥിരകലകളാണ്. അവർക്ക് എന്തില്ല? വിഭജിക്കാൻ കഴിയില്ല. അതിന് എക്സാമ്പിൾ, അത് ലളിത കലയും ഉണ്ട്, സങ്കീർണ കലയും ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതിന് എന്താണ് ലളിതം, എന്താണ് സങ്കീർണം എന്ന് പറയുന്നു. അപ്പൊ അതിൽ ലളിത കലയും ഉണ്ട്. എനിക്ക് മൗസ് കൊണ്ട് എഴുതാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എനിക്ക് എഴുതാൻ പറ്റില്ല. യെസ്, സങ്കീർണ കലകളും ഉണ്ട്. അത് ലളിത കലയിലെ എക്സാമ്പിൾ ആണ് നമ്മളെ പാരൻ കൈമ, നമ്മളെ പാര വെക്കണ, നമ്മള് ജീവനുള്ള എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. പാരൻ കൈമ ഉണ്ട്, കോളൻ കൈമ ഉണ്ട്, പിന്നെ എന്താണ് സ്ക്ലീറൻ കൈമയും ഉണ്ട്. ഓക്കെ, സ്ക്ലീറൻ അപ്പുറത്ത് നോക്കിയിട്ട് എഴുതണം കേട്ടോ, നേരെ സ്ക്ലീറൻ കൈമ. ഇനി സങ്കീർണ കലയില് ഫ്ലോയം കണ്ട അപ്പൊ അവിടെ എന്തുണ്ടാവും? അവിടെ സൈലം ഉണ്ടാവും. സൈലവും ഫ്ലോയവും അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സൈലവും ഫ്ലോയാണ് നമ്മള് സ്ഥിരകലകളാണ്. ലളിത കലയുണ്ട്, സങ്കീർണ കലയുണ്ട്. ഓക്കെ, ഇത്രയും കാലം മനസ്സിലായി വിചാരിക്കണം. ഇനി നമുക്ക് നമ്മൾ സസ്യങ്ങളെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞിരുന്നാൽ മതിയോ? പറ്റില്ല. നമുക്ക് എന്തും കൂടി പറയണം. നമുക്ക് നമ്മുടെ ജന്തുക്കളെ കുറിച്ചൊന്നും പറയണ്ടേ, ജന്തുക്കളുടെ കോശം കൂടി പറയണ്ടേ. അത് നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള കോശങ്ങള്. യെസ്, അപ്പോ ജന്തുക്കളുടെ ശരീരവും കോശങ്ങൾ കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. സസ്യങ്ങളുടെ മാത്രമൊന്നുമല്ല, നമ്മുടെ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പോലെ കോശം ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്താനൊക്കെ പറയണ്ടേ. അപ്പോ നമുക്ക് നോക്കാം. ആദ്യം ഏറ്റവും പുറമെ ഇരിക്കുന്നത് എന്താണ്? അവിടെ നിങ്ങൾക്ക് ഡേഷ് വന്നിട്ടുണ്ട് അല്ലേ. അവിടെ നമുക്ക് എന്താണ് നമ്മള് സസ്യങ്ങളുടെ കോശം പറഞ്ഞപ്പോ അവിടെ കോശഭിത്തി ഉണ്ടായിരുന്നു, കോശസ്തരവും ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ കോശഭിത്തി ഇല്ല. നമ്മുടെ പാവം നമ്മളെ ജന്തുക്കൾക്ക് നമുക്ക് എന്തില്ല? കോശഭിത്തി ഇല്ല. പകരം ഇവിടെ എന്താ ഉള്ളത്? നമുക്കുള്ളത് കോശസ്തരാണുള്ളത്. ഇവിടെ എന്തുണ്ട്? കോശസ്തരം. ഇനി അടുത്ത കോശസ്തരത്തിന് പിന്നെ കോശത്തിനകത്ത് എന്തുണ്ട്? നമ്മുടെ കോശദ്രവ്യുണ്ട്. ഇനി കോശദ്രവ്യം കഴിഞ്ഞാല് ഇവിടെ ഇരിക്കണത് മെയിൻ ആള് ഇവിടെ ഇയാളാണ് നമ്മളെ മർമ്മം.
മർമ്മം. ഇനി ഇതാ ഇവിടെ കുറെ കണ്ടോ പൈപ്പുകൾ ഇങ്ങനെ സഞ്ചികൾ അടുക്കി വെച്ച പോലെ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. കുഴലുകളുടെ ഇതാണ് ശൃംഖലയാണ്. അതെന്താ നമുക്ക് പറയാം, അതാണ് നമ്മളെ അന്തർദ്രവ്യജാലിക. അന്തർദ്രവ്യജാലികന് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ കാണിക്കല് നമ്മളെ മർമ്മത്തിന്റെ അടുത്തിരിക്കുന്ന എന്താണ്, അന്തർദ്രവ്യജാലിക. യെസ്. ഇനി ഇവിടെ പുതിയൊരാള് നമുക്ക് അതൊരു പേര് എന്താണ്, സെൻട്രിയോൾ. സെൻട്രിയോൾ. എന്താണ് സെൻട്രിയോളിന്റെ പ്രത്യേകത? അതായത് നമ്മുടെ സെൻട്രിയോൾ കേട്ടോ, അതാണ് സെൻട്രിയോൾ. എന്താ ഒരു പൈപ്പ് പോലെ കാണുന്നില്ല, ഡ്രോൺ പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലെ സെൻട്രിയോളിനെ എന്താണ്, കോശ വിഭജനത്തിന് സഹായിക്കുന്ന ആളാണ്. കോശത്തിന്റെ വിഭജനത്തിന് സഹായിക്കുന്ന ആളാണ് സെൻട്രിയോൾ. അപ്പൊ അത് പഠിച്ചു വെക്കണം. സെൻട്രിയോളിന്റെ ജോലി എന്താണ്, കോശ വിഭജനത്തിന് സഹായിക്കുകയാണ് നമ്മുടെ സെൻട്രിയോളിന്റെ ഡ്യൂട്ടി. അടുത്തത് ഇതാ ഇവിടെ പരന്ന സഞ്ചികളില് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ഗോൾഗി വസ്തുക്കൾ, ഗോൾഗി ബോഡീസ് അല്ലേ, അതാണ് നമ്മളെ ഗോൾഗിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഗോൾഗി. ഓക്കെ. ഇനി അടുത്തത് ഇതാ ഇത് നമ്മളെ എനർജി പവർ ഹൗസ് ആണ്, നമ്മളെ മൈറ്റോകോൺട്രിയ. നമ്മള് മോട്ടറിനോട് നമ്മള് താരതമ്യപ്പെടുത്തുന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ കേട്ടോ. ഇനി ഇതാ ഇവിടെ എന്തോ ഒരു നാരങ്ങയൊക്കെ മുറിച്ചു വെച്ച പോലെ, ഇതാണ് ഒരു നാരങ്ങ ഇങ്ങനെ ഒരു പൊളി അല്ലെ, നാരങ്ങനെ മുറിച്ചു വെച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതെന്താണ്, അതാണ് ലൈസോസോം. ലൈസ് കേട്ടിട്ടില്ലേ, ലൈസോം. ഇവിടെ ലൈസ് അല്ല ഇവിടെ ആലോചിക്കേണ്ടത്, ലൈസോസോം എന്ന് ആലോചിക്കുമ്പോ ലൈസോള്, നിലം തുടയ്ക്കാനൊക്കെ ലൈസോൾ ഉപയോഗിക്കുക. ലൈസോൾ എന്ന് പറഞ്ഞിട്ട് ആ ലൈസോൾ എന്ന് പറയാം നമുക്ക്. അതെന്താണ് ലൈസോൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്, നമ്മൾ നിലത്തേക്ക് നമ്മൾ എന്താ പറയാ നിലം തുടയ്ക്കുമ്പോൾ, അതായത് നമ്മളെ ഫ്ലോർ ക്ലീനിങ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ലൈസോൾ ഉപയോഗിക്കും. എന്തിനാണ്, നല്ല സ്മെല്ല് വേണ്ടിയിട്ടും അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ കോശത്തില് അന്യ വസ്തുക്കളെയൊക്കെ, നമുക്ക് വേണ്ടാത്ത വസ്തുക്കളെയൊക്കെ നശിപ്പിക്കുന്ന ആളാണ് ആര്, ലൈസോസോം. അപ്പൊ നമ്മൾ ലൈസോൾ ഉപയോഗിക്കും നമ്മുടെ വീട്ടില് അന്യ വസ്തുക്കളൊക്കെ, നമുക്ക് വേണ്ടാത്ത സൂക്ഷ്മജീവികളെ രോഗാണുക്കളൊക്കെ കളയാൻ വേണ്ടിട്ട്. അതുപോലെ കോശത്തില് ലൈസോസോമാണ്, ലൈസോ ഉള്ളല്ല, ലൈസോസോമാണ് അവർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി ഇതവിടെ സസ്യങ്ങളില് നമ്മളിപ്പോ സസ്യകോശവും പഠിച്ചു കഴിഞ്ഞു, അതുപോലെ നമ്മള് ജന്തുകോശവും പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവരുടെ വ്യത്യാസങ്ങൾ നോക്കാം. കോശഭിത്തി സസ്യങ്ങളിൽ നമ്മൾ പറഞ്ഞ സസ്യകോശത്തില് ഫസ്റ്റേ കോശഭിത്തി, അതിന്റെ അകത്താണ് കോശസ്തരം ഉള്ളത്. പക്ഷേ കോശഭിത്തി നമുക്കത് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. നമ്മളെ സസ്യകോശങ്ങളിൽ പറഞ്ഞാല് കോശഭിത്തി കാണപ്പെടുന്നുണ്ട്, പക്ഷെ ജന്തുകോശത്തിൽ എന്തില്ല, കോശഭിത്തി കാണപ്പെടുന്നില്ല. ഇനി അവര് ഈ കോശഭിത്തിയുടെ ധർമ്മം എന്താണ്, കോശത്തിന് ആകൃതിയും സംരക്ഷണവും നൽകുന്നു. നമ്മൾ മതില് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അടുത്തതാണ് സെൻട്രിയോൾ. അപ്പൊ സെൻട്രിയോൾ എന്താണ്, സെൻട്രിയോള് സസ്യകോശത്തിലില്ലേ, പാവ അവർക്ക് സെൻട്രിയോൾ ഇല്ല. പക്ഷെ ജന്തുകോശം നമുക്ക് സെൻട്രിയോളൊക്കെ ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, കോശ വിഭജനത്തിന് സഹായിക്കും. അപ്പോ ആദ്യം കോശഭിത്തി വന്നിട്ടോ, കോശഭിത്തി പറഞ്ഞു. അപ്പൊ സസ്യകോശം വലിയ ആളായി, എനിക്ക് കോശഭിത്തി ഉണ്ടല്ലോടാ, ജന്തുകോശം നിന്റെ അടുത്ത് നിനക്കില്ലല്ലോ കോശഭിത്തി എന്ന് പറഞ്ഞു. അപ്പൊ സെൻട്രിയോള് വന്നു. സെൻട്രിയോള് പറഞ്ഞു, അയ്യേ സസ്യകോശത്തിനോട് ജന്തുകോശം പറഞ്ഞു, നിനക്ക് ഇല്ലല്ലോ സെൻട്രിയോള്, എനിക്ക് ഉണ്ടല്ലോ സെൻട്രിയോള് പറഞ്ഞു. അപ്പോ ജൈവകണങ്ങൾ വന്നിട്ടോ. ജൈവകണങ്ങൾ വന്നപ്പോ സസ്യം വലിയ ആളായി. എന്റെയിലേ ജൈവകണങ്ങളൊക്കെ ഉണ്ട്, നിന്റെയിലേ ജൈവകണങ്ങൾ കാണില്ലല്ലോ. ഇനി അതിന്റെ ധർമ്മം എന്താണ്, സസ്യങ്ങൾക്ക് നിറം നൽകുകയും ആഹാരം സംഭരിക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ജൈവകണങ്ങളെ കുറിച്ചിട്ട്. യെസ്. ഇനി അടുത്തത് ലൈസോസോം വന്നു. ലൈസോസോം അവിടെയാണ് ചില സസ്യങ്ങളിൽ മാത്രമേ ലൈസോസോം കാണുന്നുള്ളൂ. പക്ഷെ ജന്തുകോശങ്ങളിൽ നിർബന്ധമായിട്ടും എന്തുണ്ട്, ലൈസോസോം ഉണ്ട്. എന്താണ് അവിടെ അവരുടെ ഡ്യൂട്ടി, ധർമ്മം എന്താണ്, കോശത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ നശിപ്പിക്കുന്നു. മനസ്സിലായോ? ഇതാണ് അപ്പോൾ നമ്മുടെ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്. കോശഭിത്തി ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. സെൻട്രിയോൾ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. ജൈവകണങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ലൈസോസോം ചിലതിൽ ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാത്തിലും ഉണ്ട്. ഇനി അതിന്റെ ധർമ്മങ്ങളും കൂടി പഠിച്ചാല് കാര്യം ക്ലിയർ ആവും കേട്ടോ. ഇനി അപ്പൊ ഇത് നമ്മളിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതാണ് ജന്തുകലകൾ. അപ്പൊ എന്താണ് ജന്തുകലകൾ? അപ്പൊ ജന്തുകലകളില് എത്ര ആളുണ്ട് അറിയോ? ഇതാ 4 ഉള്ളത്. അപ്പൊ ആവരണകല, സംയോജക കല, പേശികല, നാഡീകല. ആസം പേന എന്നാലോചിക്കുക. ആസം നമുക്ക് ഒരു സംസ്ഥാനല്ലേ, നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം. ഇവിടുത്തെ ആന്നെടുക്കാം.
ഇവിടുത്തെ സം എടുക്കാം. അപ്പൊ ആസം, ആസം ടീ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആസമില് ചായയൊക്കെ പേര് കേട്ടതാണ്. പിന്നെ പേന, അപ്പൊ ആസം പേന എന്ന് ആ ഒരു ഓർഡർ ആലോചിക്കട്ടെ. ആസം എന്നിട്ട് ആവരണ കല. ആവരണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ആവരണം ചെയ്യാലേ, പൊതിഞ്ഞു സൂക്ഷിക്കുക എന്നാണ് ആവരണം കൊണ്ട് പേര് കേട്ടാൽ നമുക്കറിയാം, ആവരണം എന്നല്ലേ പറയാം. അപ്പോ ശരീരത്തിന്റെ ഉപരിതലത്തെയും അതുപോലെ ആന്തരിക അവയവങ്ങളൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കും. ഒരു പൊതിയാണ്, നമ്മൾ ബുക്കിനൊക്കെ പൊതിയിടല്ലേ, നമ്മളെ ബുക്കിന്റെ ആവരണമാണ് അല്ലേ. യെസ്, അതേപോലെ ഇവിടെ നമ്മളെ ശരീരത്തിന്റെ പ്രതലങ്ങളെയും നമ്മുടെ ഉള്ളിൽ കുറെ അവയവങ്ങളൊക്കെ അല്ലേ, ഈ അവയവങ്ങളൊക്കെ തന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആൾ ആരാണ്, ഒരു പുതപ്പാണ്. ആര്, നമ്മളെ ആവരണകല. യെസ്, ഇനി എന്താണ് ഇവരുടെ ഡ്യൂട്ടി? വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ ഇവർ സഹായിക്കും. അതായത് എല്ലാത്തിനും പോന്നോട്ടെ, വന്നോട്ടെ എന്നിട്ട് ഉള്ളിലേക്ക് എല്ലാത്തിനും എടുക്കുന്നത് ആരാണ്, നമ്മുടെ ഈ ആവരണകലയാണ്. അതുപോലെ ഇവരെ എന്ത് ചെയ്യും, ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങളൊക്കെ ഇവര് ഉൽപ്പാദിപ്പിക്കും. അത് നമ്മളെ വേർപ്പൊക്കെ പോലുള്ള, നമ്മളെ തൊലി എന്താണ്, ഒരു ആവരണമാണ് അല്ലെ. അതേപോലെ ഈ ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ആവരണകല. ആസമില് കഴിഞ്ഞു. ഇനി സംയോജക കല എന്താണ്, അവർക്ക് എന്താണ്, അവര് ഒരു താങ്ങാണ് കേട്ടോ എപ്പോഴും. അപ്പോ സംയോജക കല പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ താങ്ങി നിൽക്കാണ്. എപ്പോഴും ഒരു ഊന്നുവടി പോലെയാണ് നമ്മുടെ സംയോജക കല, നമ്മളൊരു ഊന്നുവടിയാണ്. അപ്പോൾ എന്താണ്, താങ്ങാണ്. അവിടെ താങ്ങ് നൽകുന്നുണ്ട്. അതുപോലെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്. അസ്ഥിയും രക്തവും നാരുകലയും ഇതൊക്കെ എന്താണ്, സംയോജക കലകളാണ്. അസ്ഥി, രക്തം, നാരുകല. അസ്ഥിയും രക്തവും നാരുകളൊക്കെ എന്താണ്, അതായത് അസ്ഥി നമ്മുടെ ശരീരത്തിന് താങ്ങ് നൽകില്ലേ, താങ്ങും ആകൃതിയൊക്കെ അസ്ഥി നൽകട്ടെ. അതുപോലെ രക്തം നമുക്ക് പോഷകങ്ങളും ഓക്സിജനും ഹോർമോണും ഇതൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചിട്ട് നമ്മൾ നമുക്കത് നടക്കണ്ട് അല്ലെ, നമുക്കൊരു താങ്ങ് നൽകട്ടെ. അതുപോലെ നമ്മളെ പിന്നെ എന്താ പറയുക, നമ്മള് കലകളും അവയവങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ കാണുന്നതാണ് കലകള്. അതായത് നാരുകലകളൊക്കെ നമ്മൾ അവയവങ്ങൾ ചുറ്റും ഇങ്ങനെ, അതൊക്കെ നമുക്കൊരു താങ്ങ് നൽകുന്നതാണ്. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ വീണ് പോകും. അപ്പൊ സംയോജക കല ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അടുത്താണ് പേശികല. മസില്. അപ്പോ പേശികല പറഞ്ഞാല് ചലനങ്ങളെ സഹായിക്കാണ്. നമ്മൾ മസിലുണ്ടായില്ല, നമ്മളെ എപ്പോഴും പേശിനെ ആലോചിക്കുമ്പോൾ മസിൽ ആലോചിക്കാം. നമ്മുടെ ശരീര ചലനം നമ്മൾ ചലിക്കണങ്ങള്, നമ്മളെ ഓരോ അവയവങ്ങളും പേശികള്, കയ്യിലെ പേശി, കാലിലെ പേശി, നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ അവർ ഈ പേശികൾ നമുക്ക് സഹായിക്കണം. നമ്മുടെ ശരീര ചലനത്തെ സഹായിക്കുന്നത് ആരാണ്, പേശികലയാണ്. ഇനി സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് നിർമ്മിതം. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് സങ്കോചിക്കാൻ പറ്റും, ചുരുങ്ങാൻ പറ്റും. അതുപോലെ പിന്നെ പഴയ പോലെ തന്നെ ആവാം, പഴയ പോലെ തന്നെ ആവാം, സങ്കോചിക്കുക, പൂർവ്വസ്ഥിതി ആവാം. ഇതിനുള്ള കഴിവൊക്കെ ആർക്കുണ്ട്, നമ്മളെ മസിലിനുണ്ടേനെ. മസിൽസ് അപ്പൊ ആലോചിക്കുക, നമ്മളെ മസിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യത്തൊക്കെ മസിൽ ഇങ്ങനെ പെരുപ്പിച്ച് വലുതാക്കിയാൽ അതിങ്ങനെ വലുതാവും, പിന്നെ അത് പിന്നെ പഴയ പോലെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക. അപ്പൊ പേശി നമ്മളെ മസിൽ, നമ്മളെ കൈത്ത മസിൽ എന്നല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ കുറെ പേശികളുണ്ട്, ഹൃദയത്തിലെ പേശികളുണ്ട്, നമുക്ക് പലതരത്തിലെ പേശികളുണ്ട്, പല അവയവങ്ങളിലുണ്ട്. നമുക്ക് നമ്മളെ മസിൽ പവർ ആണെന്ന് ആലോചിക്കാം. മസിൽ പവർ എന്താ, നമുക്ക് ചലിക്കാൻ സഹായിക്കുന്നത് നമ്മളെ പേശികലകളാണ്. അടുത്തതാണ് നടി. ഏത് നടിയാണ്, നാഡീകല. ഈ നാഡിയുടെ പ്രത്യേകത എന്താ അറിയോ, സന്ദേശവിനിമയം സാധ്യമാക്കണവരാണ്. മെസ്സഞ്ചറാണ്. ഒരു വാട്സപ്പ് പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് പോലെയോ ഇൻസ്റ്റ പോലെയോ നമ്മൾ സന്ദേശവിനിമയം ചെയ്യും. നമുക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ അങ്ങോട്ട് പറയണതൊക്കെ ഈ നാഡികളാണ് സന്ദേശങ്ങൾ കൊണ്ടുപോണത്. ഓക്കെ, ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും. എല്ലാ കാര്യങ്ങളും, അത് നമ്മുടെ ഹൃദയത്തിന്റെ കാര്യമാണല്ലോ, മലമുള്ള കിഡ്നിയുടെ കാര്യമാണല്ലോ, നമ്മുടെ ശ്വസനത്തിന്റെ കാര്യമാണല്ലോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ നിയന്ത്രിക്കും. അതുപോലെ എല്ലാത്തിനും ഏകോപിപ്പിച്ചിട്ട് ഒന്നിച്ചതിനെ കൊണ്ട് നടക്കുന്നത് ആരാണ്, നമ്മുടെ നാഡീകലകളാണ്. മനസ്സിലായോ? അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് വിത്ത് കോശങ്ങൾ. വിത്ത് നമുക്കറിയാലോ എന്താണ്, നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടിട്ട് അല്ലെ വിത്ത് നട്ടിട്ട് നമ്മൾ അതിന് പുതിയ ചെടികൾ ഉണ്ടാക്കും അല്ലെ. അതേപോലെ ഇവിടെ വിത്തല്ല, ഇവിടെ വിത്ത് കോശാണ്, കോശത്തിന്റെ വിത്താണ്. അപ്പൊ ഈ വിത്ത് കോശത്തിന്നായിരിക്കും എന്തുണ്ടാവുക, വിവിധ തരം ശരീരത്തിന്റെ ഏത് തരം കോശവും ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ വിത്ത് കോശത്തിനായിരിക്കും. കോശത്തിന്റെ വിത്താണെന്ന് ആലോചിക്കാം, കോശത്തിന്റെ വിത്താണ്. ആ വിത്തിൽ നിന്നാണ് വിവിധ കോശങ്ങൾ ഉണ്ടാവുക. നമ്മുടെ ഒരു ചെടിയുടെ വിത്ത്, അതായത് ഇപ്പോ ഇതൊരു ചെടി, ഈ ചെടിയുടെ വിത്ത്, ഇതൊരു ചെടിയാന്ന് വിചാരിച്ചോ,
ഈ ചെടിയുടെ വിത്താണ് ഇത്. അപ്പോൾ ഈ വിത്തിൽ നിന്നും നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് ഇങ്ങനത്തെ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അതേപോലെ ഇതൊരു കോശം, ഈ കോശത്തിന്റെ വിത്താണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വിത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ കുറെ കോശങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏത് തരം കോശങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ വിത്ത് കോശത്തിൽ നമുക്ക് നോക്ക്, നാഡീകോശമുണ്ട്, രക്തകോശമുണ്ട്, ആവരണ കോശമുണ്ട്, പേശി കോശമുണ്ട്. നമ്മൾ കലകൾ ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മളിതാ ഇവിടെ എന്തൊക്കെ പറഞ്ഞത്? ആവരണകല, സംയോജക കല, പേശീകല, നാഡീകല, ആസംപേന, ആസമിലെ പേനൊക്കെ കലയ്ക്കാം. ആസംപേന, ആവരണ, സംയോജക, പേശി, നാഡി. അപ്പൊ അതേപോലെ ഇവിടെ വിത്ത് കോശത്തില് എന്തൊക്കെ കോശങ്ങളുണ്ട്? നാഡീകോശം ഉണ്ടാക്കാൻ പറ്റും, രക്തകോശം ഉണ്ടാക്കാൻ പറ്റും, ആവരണ കോശം ഉണ്ടാക്കാൻ പറ്റും, പേശി കോശം ഉണ്ടാക്കാൻ പറ്റും. യെസ്. ഇനി നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഇങ്ങനെ വിവിധ തരം കോശങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആ സവിശേഷ കോശങ്ങൾക്ക് നമ്മൾ പറയും വിത്ത് കോശങ്ങൾ. അതായത് പുതിയ തരം കോശങ്ങളെ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയും. ആർക്ക്? വിത്ത് കോശങ്ങൾക്ക്. വിത്താണ്. വിത്ത് എന്തിന്റെ വിത്ത്? കോശത്തിന്റെ വിത്ത്. അതുകൊണ്ട് നമുക്ക് ഇവരെ പറയാം, ഇവരെന്താണ്? മാസ്റ്റർ കോശങ്ങളാണ്. മാസ്റ്റർ എന്താണ്? ഇവയ്ക്ക് സ്വയം വിഭജിച്ചിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത് ഇവരെന്താണ്? അതുകൊണ്ട് ഇവര് പറയാം, ഇവര് മാസ്റ്ററാണ്. മാസ്റ്റർ പീസാണ്, മാസ്റ്റർ കോശങ്ങളാണ് ഇവർ നമുക്ക് പറയാം. അപ്പോ ശരീരത്തിന്റെ ഏത് തരം കോശങ്ങളായിട്ട് മാറാൻ ഇവർക്ക് കഴിയും, വിത്ത് കോശങ്ങൾക്ക്. അപ്പോ ഇവരെന്താണ്? ഇവരെ പ്രത്യേകത, ഇവർ ജീർണിച്ച കോശങ്ങൾ എന്താണ് വേസ്റ്റായ പൊട്ടയിട്ടുള്ള കോശങ്ങൾ അവരൊക്കെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ ഉണ്ടാക്കും. മുറിവ് ഉണങ്ങിയിട്ട്, അതൊരു മുറിവുണ്ടായി അവിടെ പുതിയ കോശങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ മുറിവ് ഉണക്കാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? വിത്ത് കോശങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ കോശങ്ങളാണ് നമ്മുടെ വിത്ത് കോശങ്ങൾ. വിത്ത് മാസ്റ്ററാണ്. നമ്മൾ സാധാരണ വിത്തല്ല, ഇത് കോശത്തിന്റെ വിത്താണ്. സാധാരണ വിത്ത് നമ്മൾ ചെടികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. കോശത്തിന്റെ വിത്ത് നമ്മൾ വിവിധ തരം കോശങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കണോ? അപ്പൊ മനസ്സിലായോ? ജന്തുകോശത്തിൽ നമുക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. കുറെ നമ്മൾ പഠിച്ചത് സസ്യകോശത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയാ, ഈ വ്യത്യാസമല്ലേ, ഈ ടേബിളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ? ഈസിയായിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പൊ ജന്തുവിൽ ആവരണവും സംയോജകം, പേശി, നാഡി, പിന്നെ വിത്തുകോശങ്ങളും, പിന്നെ നമ്മളെന്ന് പറഞ്ഞ മെരിസ്റ്റമാറ്റിക് കലകള്. അത് നമ്മൾ അഗ്ര, പാർശ്വ, പർവാന്തര. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോ ഇനി ഇതാ നമ്മളെ ചാപ്റ്റർ എന്താണ്? കഴിഞ്ഞു പോയി. ഇനി നമുക്ക് എന്തുണ്ട്? ഇതിൽ വിലയിരുത്താൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിലയിരുത്താൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ പറയണേ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ നമ്മളിത് ഭംഗിയായിട്ട് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ നിങ്ങൾ എന്താ പറയാ, ഈ പാഠം മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാട്ടോ, കമന്റിൽ പറയാം. അപ്പോ ഓക്കെ, പുതിയൊരു പാഠമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ബയോളജി, നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ടഫ്? ഞാൻ മാത്സ് എടുക്കട്ടെ, ഇപ്പൊ ബയോളജി എടുക്കണ്ടേ. അതുപോലെ നിങ്ങൾക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ ഏതാണ്, നിങ്ങൾക്ക് സോഷ്യൽ സയൻസോ ഏതാണ് നിങ്ങൾക്ക് ടഫായിട്ട് വേണ്ടത്? ഇങ്ങനെ നല്ല പറയാം, രസകരമായിട്ട് നമ്മൾക്ക് ഒരു എന്താ പറയാ ക്ലാസ്, ഇങ്ങനെ കുറച്ചൊരു കോമഡി ഒക്കെ ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് ഭയങ്കര ടഫ് ഉള്ളത് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് വരും ക്ലാസ്സുകൾ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.